എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ തന്നെ മഴയെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ജനതയെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹൂദിൽ ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടത് ഈ മഴയിലൂടെയാണ്. അടുപ്പിന്റെ അടിയിൽ നിന്ന് പോലും ഉറവ വരുന്ന രൂപത്തിൽ ഭൂമിയോട് അല്ലാഹു പറയുകയാണ്, നിന്നിലുള്ള ജലാശയങ്ങൾ മുഴുവനും ഉപരിതലത്തിലേക്ക് കൊണ്ടുവരിക. ആകാശത്തോട് റബ്ബ് പറയുകയാണ്, ആകാശമേ നിന്നിലുള്ള ജലഗണങ്ങളെ മുഴുവനും ഭൂമിയിലേക്ക് വർഷിപ്പിക്കുക. അങ്ങനെ ആ ജനത മുഴുവൻ നശിപ്പിക്കപ്പെട്ടപ്പോ വഖീല യാ അർദുബ്ലഈ മാഅകി വയാ സമാഉ അഖ്ലിഇ വഖീദൽ മാഉ ഖുദിയൽ അംർ വസ്തവത് അലൽ ജൂദി വഖീല ബുഅദൽ ലിൽ ഖൗമിദ് ളാലിമീൻ. ആകാശമേ നീ അടങ്ങുക, ആകാശമേ നീ നിന്റെ പേമാരി നിർത്തുക, ഭൂമിയെ നീ നിന്റെ ഗർഭത്തിലേക്ക് വെള്ളത്തെ തിരിച്ചു വിളിക്കുക. വെള്ളം വറ്റുകയാണ്, കാര്യം തീരുമാനിക്കപ്പെടുകയാണ്. ചരിത്രത്തിൽ മഴ കൊണ്ട് വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒട്ടനവധി സമുദായങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സബഅ ഗോത്രം മആരിബ് അണക്കെട്ടെന്ന ചരിത്രാതീത കാലത്ത് വലിയ അണക്കെട്ട്, വലിയ സുന്ദരമായ അത്യാഡംബരമായ ഒരു അണക്കെട്ടുണ്ടാക്കിയ സബഅ ഗോത്രം, ആ സബഅ ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ആ അണക്കെട്ടിലൂടെ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെടുന്ന ഒരു മഴയിലൂടെയാണ്. ഫജഅൽനാ അലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജീൽ. ആകാശത്ത് നിന്ന് വർഷിപ്പിക്കപ്പെട്ട തീച്ചൂള കൊണ്ടുള്ള മഴ മൂലമാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഖുർആൻ രണ്ട് രീതിയിൽ മഴയെ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മോശപ്പെട്ട മഴയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിലേക്ക് പെയ്ത മഴ. ആ ലൂത്തിന്റെ ജനതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിലടക്കം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ രണ്ടാമത്തെ സ്വർഗ അനുരാഗികളായ പെൺകുട്ടികളുടെ, മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളുടെ യോജിപ്പ് നടന്നു. ഉമ്മയുടെയും വാപ്പയുടെയും കുടുംബക്കാരുടെയും സമൂഹത്തിന്റെയും മുഴുവൻ കണ്ണിൽ പൊടിവാരിയിട്ട് അവരിങ്ങനെ ഒരുമിക്കാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ മീഡിയയുണ്ട്, ഇവിടുത്തെ നിയമങ്ങളുണ്ട്, ഇവിടുത്തെ സ്വതന്ത്രവാദികളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമായ മഴ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ലൂത്തിന്റെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ആ ഒരു ശാപമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും. ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും പ്രതീകങ്ങളായി ജീവിക്കാനുള്ള ഭാഗ്യം, അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവണം നാം, നന്ദി കെട്ടവരാകരുത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ? വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു ഒരു കാര്യം തന്നാൽ ആ കാര്യത്തെ രണ്ട് രീതിയിലുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം. ഒന്നാമത്തേത് ലഇൻ ശകർതും ലഅസീദന്നകും, ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദിയുള്ളവരായാൽ അനുഗ്രഹം എമ്പാടും അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നമ്മൾ നന്ദി കെട്ടവരായാൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കഠോരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിരീൻ. അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് ഒരു അനുഗ്രഹവും താഴേക്ക് ഇറങ്ങി വരില്ല. ആ അനുഗ്രഹം കാരണം ചില ആളുകൾ കാഫിറുകളായി പോകാതെ, ചില ആളുകൾ മുർത്തദുകളായി പോകാതെ, യുൻസിലുല്ലാഹുൽ ഗൈത ഫയഖൂലൂൻ അൽ കൗകബു കദാ വകദാ, അല്ലാഹു മഴ ഇങ്ങനെ വർഷിപ്പിക്കും. അപ്പോൾ അവർ പറയും, ഇന്ന നക്ഷത്രം, ഇന്ന രാശി, ഇന്ന ജ്യോതി, അതാണ് ഇതാണ്, ഇത് കാരണമാണ് മഴ പെയ്തത് എന്നവർ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയുമായി, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുമായി, അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളുമായി അവർ ഈ മഴയെ ബന്ധിപ്പിക്കും. അല്ലാഹുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തും. അവർ കുഫ്റാണ് ചെയ്യുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തന്നത്.
നടന്നത്. ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്പടിച്ചപ്പോൾ അന്ന് രാത്രി മഴ പെയ്ത് പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തോട് ചോദിക്കുകയാണ്, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ വ കാഫിറുൻ, ഒറ്റ മഴ കാരണം എന്റെ അടിമകളിൽ ചില ആളുകൾ മുഅ്മിനുകളായിട്ടുണ്ട്, ചില ആളുകൾ കാഫിറുകളായിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്, ആര് പറഞ്ഞുവോ, ആര് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് ആര് പറഞ്ഞുവോ അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ആര് പറഞ്ഞുവോ അമ്മാ മൻ ഖാല ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി വമുഅ്മിനുൻ ബിൽ കൗകബ്, അല്ലാഹു അല്ലാത്ത ചില കാരണങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇത് കാരണം മഴ കിട്ടി എന്ന് ആര് പറഞ്ഞുവോ അവൻ എന്നിൽ അവിശ്വസിച്ചു, അതിൽ വിശ്വസിക്കുകയും ചെയ്തു. മഅദല്ലാഹ്, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വിഷയമാണ് ന്യൂനമർദ്ദം കാരണം മഴ പെയ്തു, അത് അള്ളാഹു ഉണ്ടാക്കിയ ഒരു സബബാണ്. പക്ഷെ മഴയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ പെയ്തു എന്നാണ് മുസ്ലിങ്ങൾ പറയേണ്ടത്. മറ്റേ നമ്മുടെ ഉദ്ദേശം അതല്ലെങ്കിലും കുഫ്റിനോട് അടുക്കുന്ന വാക്കാണ്, അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മഴ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും وعن جميع المسلمين أجمعين ونستغفروه إنه هو الغفور الرحيم.